ഈ ദിവസങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വളരെ പ്രസിദ്ധമായ എല്ലാവർക്കും പരിചയമുള്ളൊരു വേദഭാഗമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഈ ദിവസങ്ങളിലെ ധ്യാനത്തിനായി നാം ഒരുമിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. എബ്രായ ലേഖനത്തിലുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതിയ കാര്യങ്ങളൊന്നുമല്ല പറയുന്നാൽ നമ്മളെ ഒരിക്കൽ കൂടെ പണിയുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ആത്മാവിൻ്റെ ചിന്ത നമ്മുടെ ജീവനും ശക്തിക്കും ഒക്കെ കാരണമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. മതി. സ്തോത്രം. 3 പ്രത്യേക പദങ്ങളാണ് ഈ 3 വാക്യങ്ങളിലായിട്ട് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നത്. 1, സ്ഥിരതയോടെ ഓടുക. 2, യേശുവിനെ നോക്കുക. 3, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് യേശുവിനെ ധ്യാനിച്ചു കൊള്ളുക. ഈ 3 ചിന്തകളിൽ കൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റെ ശക്തി ഉള്ളത് കൊണ്ട് പറയുന്ന ആളിന് അല്ലെങ്കിൽ പ്രസക്തി ഒന്നുമില്ല. വചനത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത്. രാത്രി വചനത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതലും സംസാരിക്കാൻ പോകുന്നത്. എബ്രായ വിശ്വാസികളെക്കുറിച്ച് ഈ വചനത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പശ്ചാത്തലം അറിയുന്നത് കൊണ്ടും 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പറയുവാൻ താല്പര്യമുള്ളത് കൊണ്ട് എടുത്ത് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എബ്രായ വിശ്വാസികൾ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തെ അവർ ആലിംഗനം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ആരംഭ യാത്രയൊക്കെ വളരെ സന്തോഷമായി ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ മാനിച്ചും സേവിച്ചുമൊക്കെ പോകുന്ന എബ്രായ വിശ്വാസികൾ കാലപ്പഴക്കത്തിൽ ആത്മീയത്തിൻ്റെ മന്ദത അവരുടെ ജീവിതത്തിലുണ്ടായി. അത് എബ്രായ വിശ്വാസികൾക്ക് മാത്രമല്ല, പെന്തിക്കോസ് സമൂഹത്തിന് ആകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു മൂല്യച്യൂതിയാണ്. പണ്ടത്തെ ആവേശമൊക്കെ ഒത്തിരി അങ്ങ് കുറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ നമുക്കുണ്ടെങ്കിലും ദൈവവചനത്തോടുള്ള ദൈവിക കാര്യങ്ങളോടുള്ള നമ്മുടെ സ്നേഹവും പ്രതിപത്തിക്കുമൊക്കെ ഒത്തിരി മൂല്യചോഷണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ പല പ്രാവശ്യം ആ കാര്യം ദൈവദാസന്മാർ ആവർത്തിച്ചു. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ആത്മീയ ലോകം വന്നിരിക്കുന്നത്. മാറിപ്പോകുന്ന ഒരു ലോകമാണ്. എല്ലാ വിഷയത്തിലും ദൈവസഭയ്ക്ക് മാറ്റങ്ങൾ വരികയാണ്. വചനത്തോട് കൂറു പുലർത്തേണ്ട ഒരു കാലഘട്ടമാണെന്ന് നാം തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. അടുത്ത തലമുറ കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നാം പ്രാപിച്ച ഉൾനട്ട വചനം അകത്തു വേരൂന്നി പടർന്നു പന്തലിക്കേണ്ട കാലഘട്ടമാണ്. സ്തോത്രം. അതിന് നാം പ്രസക്തി കൊടുക്കുന്നില്ലെങ്കിൽ നാം ഈ കാണിക്കുന്നതും പറയുന്നതിൻ്റെയും ഒടുക്കം നാം എന്തു ചെയ്യും എന്നുള്ള ഫുൾ സ്റ്റോപ്പിലേക്ക് നാം എത്തിച്ചേരും. ഇവിടെ എബ്രായ വിശ്വാസികൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വളരെ ഹല്ലേലൂയ. കാരണം പെന്തിക്കോസിൻ്റെ അനുഭവം നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ്, അവർ കേട്ടവരാണ്, രുചിച്ചവരാണ്. പക്ഷെ കാലപ്പഴക്കത്തിൽ അവരുടെ മനസ്സിൽ കൂടെ പോയ ചിന്ത ഞങ്ങളുടെ യഹൂദ പാരമ്പര്യത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ ദൃശ്യമായിരുന്നു. അഥവാ വർണ്ണശബളമായി കാണത്തക്കവണ്ണം കണ്ണിന് മുമ്പിലുള്ള കാര്യങ്ങളായിരുന്നു യഹൂദ പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത. ആരാധനകളും യാഗങ്ങളും യാഗപീഠങ്ങളും നേർച്ചകളും വഴിപാടുകളും ആലയങ്ങളും പുരോഹിതന്മാരും അല്ലെങ്കിൽ ഉത്സവങ്ങളും ഒക്കെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. എവിടെ ചെന്നാലും കാണാനുണ്ടായിരുന്നു, എവിടെ ചെന്നാലും നോക്കാനുണ്ടായിരുന്നു, എവിടെ ചെന്നാലും അതിൻ്റെ തിളക്കമുണ്ടായിരുന്നു. പക്ഷേ പുതിയ വിശ്വാസമായ ക്രിസ്തീയ ജീവിതത്തിനകത്ത് കാണുന്നതിനപ്പുറത്ത് ഹല്ലേലൂയ ദൃശ്യത്തിനപ്പുറത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണാനൊന്നുമില്ല. നമുക്ക് കണ്ണിനപ്പുറത്ത്, മാംസദൃഷ്ടിക്കപ്പുറത്ത്, ഹൃദയദൃഷ്ടി കൊണ്ട് കാണുവാൻ കഴിയുന്ന ചില ഉദാത്തമായ സംഗതികളുടെ ഉടമസ്ഥരാണെന്ന ബോധമാണ് നമ്മുടെ ഈ മുഖത്തെ ചിരിക്ക് കാരണം. ഹല്ലേലൂയ. കാണുന്ന വിഷയങ്ങൾ നിരത്തി കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അവസാനമുണ്ടാകും. പക്ഷേ അന്തമില്ലാത്ത നിശ്ചയമുള്ള ഒരു ഉറപ്പ് എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. അതിനെ എബ്രായ ലേഖനകർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ആ ഉറപ്പകത്തുള്ളത് കൊണ്ടാണ് കുലുക്കത്തക്ക വിഷയം വന്നിട്ടും നാം ഇന്നും അചഞ്ചലരായി നിൽക്കുന്നത്.
പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, പ്രതികൂലമില്ലാഞ്ഞിട്ടല്ല, മറ്റുള്ളവർക്കുള്ള അതേ പ്രതികൂലങ്ങൾ, മറ്റുള്ളവർ കടന്നു പോകുന്ന അതേ വൈഷമ്യങ്ങൾ, മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്ന അതേ പ്രതിസന്ധികളുടെ മാറ്റം ഒട്ടും കുറയാതെ, ചൂടും തീവ്രതയും ഒട്ടും കുറയാതെ ഞാനും നിങ്ങളും കടന്നുപോയിട്ടും എന്തുകൊണ്ട് നാം ഇന്നും ആത്മീയത്തിൽ ഉറച്ചു നിൽക്കുന്നു? നമ്മുടെ ഉള്ളിൽ അകക്കണ്ടുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. അവരിൽ പിന്മാറ്റത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങി. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ പലരും പുറകോട്ട് പോകുക. ശരീരം കൊണ്ട് മുന്നോട്ടാണെങ്കിലും മനസ്സുകൊണ്ട് പുറകോട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇസ്രയേൽ മക്കൾ മിസ്രയീം വിട്ടു ചെങ്കടൽ കടന്നു മാറാ മധുരമായി എലീമിൽ ഈന്തപ്പനയുടെ പഴങ്ങളെല്ലാം ഭക്ഷിക്കുന്നുണ്ട്. അവർ അങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പലരുടെയും മനസ്സ് പുറകോട്ടായിരുന്നു. ശരീരം കൊണ്ട് ഓരോ ക്യാമ്പിലും അവർ ചെല്ലുന്നുണ്ട്, പാളയം ഇറങ്ങുന്നുണ്ട്, ശരീരം കൊണ്ട് മുന്നോട്ടാണ്, പക്ഷെ മനസ്സുകൊണ്ട് പുറകോട്ടാ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ പറയും മിസ്രയീമായിരുന്നു നല്ലത്, അവിടുത്തെ വെള്ളരിക്കയും ചുറ്റുള്ളിയും മത്തങ്ങയും ഇറച്ചിക്കലത്തിനരികെയുള്ള ഇരിപ്പൊക്കെയാണ് നല്ലത് എന്ന് ഉള്ളുകൊണ്ട് പറയുന്നതിൻ്റെ കാരണം എന്താ? അതരം കൊണ്ട് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഇപ്പോഴും അകത്ത് മിസ്രയീം ഉണ്ടായിരുന്നു. മുന്നോട്ടാ യാത്ര, പക്ഷെ ഇന്ന് രാത്രി നാം മുന്നോട്ടുള്ള യാത്രയിൽ പുറകോട്ടുള്ള സകല ചിന്തകൾക്കും ഒരു വലിയ ഇന്ന് രാത്രി വിച്ഛേദനമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ യാത്ര സുഗമമായി മാറുകയുള്ളൂ. അങ്ങനെ പിന്മാറ്റത്തിൻ്റെ ലക്ഷണങ്ങളിൽ അവരിൽ കണ്ടു തുടങ്ങി. 4 പ്രത്യേകതരം പിന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ് അവരിൽ കണ്ടത്. അതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. അതിൽ 4-ാമത്തേതാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. ഉള്ളിൽ ക്ഷീണിച്ച് മടുപ്പ് തോന്നി തുടങ്ങി. 1, 2, 3 കാര്യങ്ങൾ ഇന്ന് രാത്രി പറയുവാൻ ഞാനൊന്ന് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ടല്ലോ. 1-ാമത് അവരിൽ കണ്ട പിന്മാറ്റം എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമായിരുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എല്ലാം പരിചയമായ വാക്യമാണ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, എല്ലാവരും ചേർന്ന് പറഞ്ഞു, വായിക്കാമെങ്കിൽ വായിക്കാമല്ലോ. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതേണ്ടത് ആവശ്യമായിരുന്നു. 1-ാമത്തെ അവരുടെ പിന്മാറ്റത്തിൻ്റെ 1-ാമത്തെ ഫസ്റ്റ് സൈൻ ഓഫ് ദ ബാക്ക് സ്ലൈഡിങ്, 1-ാമത്തെ ലക്ഷണം, they began to drift away from the word of God. ദൈവവചനത്തിൽ നിന്ന് അവർ ഒഴുകിപ്പോകാൻ തുടങ്ങി. Through the things of this world they threw to carry out from the presence of God. ദൈവവചനത്തിൽ നിന്ന് ആരോ അവരെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഒരു അനുഭവത്തിലേക്ക് അവർ വന്നു. സ്തോത്രം. ഇന്ന് രാത്രി നാമും ഇതൊന്ന് വിചിന്തനം ചെയ്യണം. നാം നിൽക്കുന്നത് ദൈവവചനത്തിൻ്റെ അധിഷ്ഠിതമായ ഉപദേശ സത്യങ്ങളിലാണോ അല്ലയോ? അതോ ഈ ലോകത്തിൻ്റെ പലതും നമ്മളെ ആടി ഉലച്ചോ, ആടുന്ന മതിൽ പോലെ, ചായുന്ന വേലി പോലെ എന്തെങ്കിലും കാണുമ്പോൾ ഏതാ ശരി, അതാണോ ശരി, ഇതാണോ ശരി, അതോ ഇതും ശരിയാണോ എന്ന തെറ്റിദ്ധാരണജനകമായ ചിന്തകൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ ഉപദേശ സത്യങ്ങളിലേക്ക് നാം മടങ്ങി വരണം. ഹല്ലേലൂയ. കാലം മാറിയത് കൊണ്ടോ, സംസ്കാരം മാറിയത് കൊണ്ടോ, ഭാഷയും വേഷവും മാറിയത് കൊണ്ടോ മാറുന്നതല്ല ദൈവവചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടല്ലേ എടുത്തു പറഞ്ഞത് നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എപ്പോഴും അങ്ങ് പിന്മാറ്റത്തിലെന്നല്ല, വല്ലപ്പോഴും ഒക്കെ ഇത് സംഭവിക്കാറുണ്ട്. IPC-കാർക്കും അസംബ്ലീസ് ബോർഡുകാർക്കും ചർച്ച ബോർഡുകാർക്കും ഷാരോങ്കാർക്കും ന്യൂ ഇന്ത്യക്കും ഓൾഡ് ഇന്ത്യക്കും എല്ലാ ഇന്ത്യക്കും ഒരുപോലെ സംഭവിക്കുന്നതാണ് ഈ വല്ലപ്പോഴും എന്ത് ചെയ്യുന്ന ഒഴുകിപ്പോകുന്നത്. ഒരു നല്ല ആവേശമൊക്കെ ഉണ്ടാകും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ആരോ ഒഴുക്കിക്കളയുന്ന പോലെ. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്നത്, അങ്ങനെയുള്ള ശബ്ദങ്ങളാ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ അർത്ഥം അയ്യോ അപ്പം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടല്ലോ. അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് വായിച്ച 95-ാം സങ്കീർത്തനം അതിൻ്റെ തെളിവ്. സ്തോത്രം. ദൈവമക്കളെ, അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മോടുള്ള പ്രീതിയുടെ പ്രൈം തെളിവൊന്നും അല്ല. എൻ്റെ കൂട്ടത്തിലുണ്ടേ? സ്തോത്രം. ഇന്ന് വായിച്ച 95-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, 40 ആണ്ട് ആ തലമുറയോട് എനിക്ക് നീരസമായിരുന്നു. 1-2 വർഷമല്ല, നമുക്കൊക്കെ എത്ര പേരെ നീരസം ഒരാളോട്? പിന്നെയൊക്കെ പ്രശ്നമൊക്കെ പറഞ്ഞ് തീർക്കാറൊക്കെ ഉണ്ട്, ഒത്തുതീർപ്പൊക്കെ. നമുക്കൊരാളോട് നീരസം ഉണ്ടായത് നമ്മൾ എന്തു ചെയ്യും? പിന്നെ ആ വീട്ടിലോട്ട് പോകാറില്ല, കണ്ട കൈ കൊടുക്കാറില്ല. എന്തിനാ ഞാൻ വെറുതെ ഇടപെടുന്നത്? ഒരാളോട് ശകലം നീരസം മതി, ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യും, ഫെലോഷിപ്പും കട്ട് ചെയ്യും, പിന്നെ ആ ഏരിയയിൽ പോകത്തില്ല. സപ്പോർട്ട് അയക്കുന്ന ഒരാൾക്കാരൊക്കെ നീരസം ഉണ്ടായ പിന്നെ ആ മന്ത്ലി സപ്പോർട്ട് അങ്ങ് നിർത്തും. തമ്പുരാൻ അങ്ങനാണോ ചെയ്തത്? 40 വർഷവും മന്ന മുടക്കിയില്ല. ഉള്ളിൽ എന്തോ ഉണ്ട്? നീരസമുണ്ട്. 40 വർഷം മിനറൽ വാട്ടർ നിർത്തിയില്ല. ഉള്ളിൽ എന്തോ ഉണ്ട്?
നീരസം കൊണ്ട് 40 വർഷം ഹല്ലേലൂയ അവരുടെ വഴിയിൽ മേഘസ്തംഭം ഓഫ് ചെയ്തില്ല. നമ്മളൊക്കെയാണ് AC ഒക്കെ ഓഫ് ചെയ്ത് തരുന്നത്, കറണ്ട് കട്ട് ചെയ്ത് കളഞ്ഞേനെ. പക്ഷേ ഹല്ലേലൂയ തമ്പുരാൻ ഹല്ലേലൂയ മേഘസ്തംഭം അണച്ചില്ല, അഗ്നിസ്തംഭത്തിന്റെ ചൂട് കുറച്ചില്ല. ഹല്ലേലൂയ യാത്രയിൽ അവർക്ക് മുമ്പേ നടന്ന ദൂതനെ മാറ്റി നിർത്തി പോലുമില്ല. പക്ഷെ 40 ആണ്ട് അവരോട് നീരസമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ തൂതു പറയട്ടെ, എല്ലാം കൂടെ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടമാണെന്ന് തിരിച്ചറിയരുത്. എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ മന്നായി ഉണ്ടെന്നും ഹല്ലേലൂയ കയ്പ് മധുരമായെന്നും മുമ്പിലും പിമ്പിലും കാവലുണ്ടെന്ന് ഓർത്തുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴത്തെ മിസ്യൂസ് ചെയ്യല്ലേ. ഇന്ന് രാത്രി തിരിച്ചറിയണം, ഞാൻ നടക്കുന്നത് ദൈവ വഴി തന്നെയാണോ. അത് തിരിച്ചറിയുന്ന ഒരു രാത്രിയായി മാറട്ടെ. അല്ലെ, ദൈവത്തിന് എന്നോട് നീരസമാണോ, അതോ ദൈവസ്നേഹത്തിന്റെ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദൈവഹിതത്തിനകത്ത് തന്നെയാണോ എന്ന് പരിശോധിക്കണം. അപ്പൊ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ആത്മീയത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത്. ദൈവസ്നേഹത്തെ, ദൈവഹിതത്തെ പൂർണ്ണമായി തിരിച്ചറിയുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് രാത്രി നമുക്കുണ്ടാകണം. ഇവിടെ നോക്കൂ, ജനം വചനത്തിൽ നിന്ന് ഒഴുകിപ്പോകാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ വചനത്തെ കരുതിക്കൊള്ളണമെന്നാ ഇവിടെ പറയുന്നത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ കേട്ട വചനം അധികം ശ്രദ്ധയോടെ, ദൈവവചനം, ഇന്ന് രാത്രി അത് കേട്ടത് കൊണ്ട് അത് ആവർത്തിക്കുന്നു, ദൈവവചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നോട്ട് ഓൺലി വി ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്, വി നീഡ് ടു കീപ് ഇറ്റ് ആൻഡ് ഒബ്സർവ് ഇറ്റ്. അതിനെ കരുതിക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ്. സ്തോത്രം. എത്ര പ്രസംഗങ്ങൾ, ഹല്ലേലൂയ, TV തുറന്നാൽ, യൂട്യൂബ് തുറന്നാൽ, കൺവെൻഷനുകൾ, കോൺഫറൻസുകൾ, ഗോ ഫ്രം എവ്രിവെയർ ടു എവ്രിവെയർ. എവിടെ പോയാലും ഇന്ന് എന്തുണ്ട്? പ്രസംഗമുണ്ട്. അതിൽ എത്ര എണ്ണം നാം വായിക്കുന്ന കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഇരുമ്പെഴുത്താണി പോലെ കൊത്തിവെക്കുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ പ്രസക്തി ഉണ്ടായിരിക്കേണ്ടത്. ആ ഭാഗത്തേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യുകയല്ല, അതിനെ കരുതിക്കൊള്ളണം. 119 സങ്കീർത്തനം 11 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? സംഗ്രഹിക്കുന്നു. പാപം ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം വചനം അറിയാവുന്നത് കൊണ്ടല്ല, വചനത്തിനകത്ത് PhD ഉള്ളത് കൊണ്ടല്ല, വചനം മുഴുവൻ കാണാതറിയാവുന്നതുകൊണ്ടല്ല, ഹൃദയത്തിൻ്റെ മാംസപ്പലകയ്ക്കകത്ത് വചനമുള്ളത് കൊണ്ടാണ് പാപം ചെയ്യുന്നതിൽ നിന്ന് നാം വിലക്കുന്നത്. ഹല്ലേലൂയ. അറിവിനപ്പുറത്ത് വചനത്തിൻ്റെ ഹല്ലേലൂയ അനുഭവം ഉള്ളിലാകുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാ, ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാ, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ. അപ്പോൾ ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഈ ദൈവവചനം എന്ന് പറഞ്ഞാൽ 2 വശത്തും എന്തുണ്ട്? മൂർച്ചയുണ്ട്. എല്ലാ വാളിനും എന്തുണ്ട്? ഇനി എവിടെയെങ്കിലും വാൾ കാണുമ്പോൾ നോക്കിക്കോ, എല്ലാ വാളിനും 2 വശമുണ്ട്. പക്ഷെ ഇത് അങ്ങനത്തെ അല്ല, തൊലി മുറിക്കുന്ന വാളല്ലെന്നിത്. സ്തോത്രമല്ലേ. പറയുന്ന ആക്കും കേൾക്കുന്ന ആക്കും വെട്ടുകൊള്ളും, നല്ല വ്യാഖ്യാനം. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്, അത് പ്രാണൻ്റെ അകത്തോട്ട് കയറും. ഹല്ലേലൂയ. പ്രാണൻ എടുക്കുന്ന വാളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, പക്ഷെ പ്രാണൻ്റെ അകത്ത് തുളച്ചു കയറുന്ന വാള് ദൈവവചനമാണ്. ഹല്ലേലൂയ. അത് പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപെടുവിക്കുന്നവരെ തുളച്ചു ചെല്ലും. തീരുന്നില്ല, അത് ഹൃദയത്തിലെ ചിന്തകളെയും ചിന്തകളുടെ പുറകിലുള്ള ചിന്തകളെയും, ഹല്ലേലൂയ, ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവവചനം മാത്രമേ ഞാൻ പറഞ്ഞ ഹല്ലേലൂയ വചനം അനുസരിക്കാനുള്ള ഹല്ലേലൂയ ആണോ, അത് നാട്ടുകാരെ കാണിക്കാനുള്ളതാണെന്ന് വചനമേ പറയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ യേശു ഒരു ഉപമ പറഞ്ഞു, ഒരു വിതയ്ക്കുന്നവന്റെ ഉപമ. എല്ലാവർക്കും അറിയാവുന്ന ഉപമ, മത്തായി 13. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അറിവുള്ളവനാ, പ്രൊഫഷണലി അല്ലല്ലേ വിത്ത് വിതയ്ക്കാൻ അറിയുന്ന ആളല്ല, അറിയാൻ വയ്യാത്ത ആളൊന്നും അല്ല. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. നല്ല ഉദ്ദേശമാ, വിതയ്ക്കാൻ വേണ്ടി തന്നെ പുറപ്പെട്ടത്. ലക്ഷ്യവും നല്ലതായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് ചിലത് എന്ത് ചെയ്തു? വഴിയരികെ വീണു. കുട്ടയിൽ കൊണ്ടുപോകുന്ന വിത്ത് വഴിയരികെ വീണമെങ്കിൽ ഒന്നെങ്കിൽ കുട്ടയ്ക്ക് അടപ്പില്ലായിരുന്നു. അതാണ് തൽസ്ഥാനത്ത് വചനം കൊള്ളാത്തതിൻ്റെ കാരണം. ആകാശത്തിലെ പറവജാതി അവസരത്തിന് മുമ്പേ കൊത്തിക്കൊണ്ടു പോകുന്നു. പ്രസംഗം കേൾക്കാഞ്ഞിട്ടല്ലല്ലോ, വചനം വായിക്കാഞ്ഞിട്ടല്ലല്ലോ, വചനം നിശ്ചയമില്ലാഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ വളരാൻ അവസരം കൊടുക്കുന്നില്ല. നാം വചനത്തിന് വളരുവാനുള്ള ഇട കൊടുക്കുന്നില്ല. ആകാശത്തിലെ പറവജാതി ചിറകടിച്ചു വരുമ്പോൾ അതിനെ ആട്ടിപ്പായിക്കുവാനുള്ള ആത്മീയ കരുത്ത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രികാലം വചനം കൊത്തിക്കൊണ്ടു പോകുന്ന സകലത്തെയും ആട്ടിപ്പായിക്കുന്ന ഒരു കൃപയുടെ ജ്വലനം ദൈവസഭയ്ക്ക് മടക്കി ലഭിക്കണം. പ്രസംഗം കഴിയുമ്പോൾ, പ്രാർത്ഥന കഴിയുമ്പോൾ, സഭായോഗം കഴിയുമ്പോൾ, പിന്നീട് പുറത്തിറങ്ങുമ്പോൾ പറവകൾ ഇങ്ങനെ ചിറകടിച്ച് നിൽക്കുക. നിങ്ങൾ കേട്ട വചനം ചെവിക്കുള്ളിൽ കൂടെ ഇറങ്ങി ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാതിരിപ്പാൻ അവിടെ വെച്ച് തന്നെ അത് കൊത്തിക്കൊണ്ടു പോകുന്നു.
ദൈവവചനത്തിന് വേലി വേണം ദൈവമക്കളെ. വളരാൻ അവസരം കൊടുക്കണം. സ്തോത്രം. ഇതിന് നാം അല്ലെങ്കിൽ ഈ നാട്ടിൽ തെങ്ങും മാവും ഒക്കെ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരംഭ സമയത്ത് എന്തോ ചെയ്യും? ചുറ്റും ഒരു വേലി കെട്ടും. എന്താ? പശു ആടുമൊന്നും വന്ന്, സാധാരണ മലയാളം ഭാഷ ചോദിക്കുക, പശു ആടും ഒന്നും തിന്നാതിരിക്കാൻ വേണ്ടി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതേ പശുവിനെയും മാവേ കെട്ടും. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ? ഒരു 10 വർഷം കഴിഞ്ഞോട്ടെ, അന്ന് എന്നെ തിന്നാൻ വന്ന പശുവിനെ, അന്ന് എൻ്റെ നാമ്പ് കടിക്കാൻ വന്ന ആടിനെ 10 വർഷം കഴിയുമ്പോൾ ഇതേ തെങ്ങ പിടിച്ചു കെട്ടും. ദൈവവചനം വളരാൻ അവസരം കൊടുത്താൽ അന്ന് കൊത്തിക്കൊണ്ടു പോകുവാൻ, പറന്നുകൊണ്ടു പോകുവാൻ നിൽക്കുന്ന പിശാചിന്റെ മുമ്പാകെ എൻ്റെ ആത്മീയ പക്വത, എൻ്റെ ആത്മീയ വളർച്ച, കാലപ്പഴക്കത്തിൽ അതിനെ അതിജീവിക്കുന്ന ദുരുപദേശങ്ങളെ ദൈവിക പ്രമാണത്തിന് വിരോധമായി ഉയർന്നു പോകുന്ന സകലത്തെയും പിടിച്ചടക്കുന്ന കൃപയുടെ വ്യാപ്തിയായി ദൈവം അത് മാറ്റും. അത് വളരാൻ ഇടം കൊടുക്കണമെന്നേ. അതിന് ചുറ്റും വേലി കെട്ടുന്ന പോലെ, ഹല്ലേലൂയ, പ്രവാചക വാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്ന പോലെ അതിനെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതിക്കൊള്ളണം. കെട്ടുപോകാതെ ഊതിക്കെടുത്തുവാൻ അന്ധകാര ശക്തികൾ, പട്ടണഭൂതങ്ങൾ, ചിന്താമണ്ഡലങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ സകല സങ്കല്പങ്ങളെയും ആത്മാവിൽ പിടിച്ചൊതുക്കിക്കൊണ്ട് വചനത്തിന് വളരാൻ ഇടം കൊടുക്കണം. അതിനു വേണ്ട വെള്ളവും വളവും ദൈവമക്കൾ കൊടുക്കണമെന്നേ. സ്തോത്രം. 2 പറയുകയാണ്, അത് പാറസ്ഥലത്താണ് വീണത്, ആഴത്തിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഉപരിവിപ്ലവമായ ആത്മീയ വളർച്ചയല്ല നമുക്ക് വേണ്ടത്. We need to be deeply rooted and founded absolutely in the word of God. ദൈവവചനത്തിനകത്ത് എത്രയും താഴോട്ട് പോകുന്നവനെ ഉയരത്തിലേക്ക് വളരത്തുള്ളൂ. സ്റ്റേജിലുള്ള ഷോ അല്ല ദൈവത്തിന് വേണ്ടതെന്നേ. പുറമെയുള്ള കൊമ്പും ചില്ലയും അല്ലെങ്കിൽ പടർപ്പൊന്നുമല്ല വേണ്ടത്. എത്ര ആഴത്തിൽ, ഹൗ ഡീപ്പർ ആൻഡ് ഡീപ്പർ യു ക്യാൻ റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദാറ്റ് മച്ച് യു ക്യാൻ ബി സ്ട്രോങ്ങർ ഇൻ ദ ഫെയ്ത്ത്. ഹല്ലേലൂയ. എത്ര ആഴത്തിൽ ഇറങ്ങാൻ പറ്റുമോ അത്രയും വിശ്വാസത്തിൽ നാം ഉറയ്ക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ചൂടും പ്രതികൂലത്തിന്റെ ഉഷ്ണവും പ്രതിസന്ധികളുടെ താപവും കടന്നു വരുമ്പോൾ പിടിച്ചു നിൽക്കത്തില്ലെന്നേ. നമ്മളെക്കാൾ ഭക്തന്മാർ എത്രയോ പേര് പ്രതിസന്ധിയുടെ മുമ്പിൽ തലകുനിച്ചു പോയി. കാരണം എന്താ? ഇറങ്ങുന്ന, വളരുന്ന, താഴുന്ന ഒരു വേരവർക്കില്ലായിരുന്നു. ദൈവവചനത്തിനകത്ത് പടർന്ന് പന്തലിക്കണം. യു നീഡ് ടു ഗെറ്റ് ഇൻ ടു ദ വേൾഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം എന്ന ലോകത്തിനകത്തോട്ട് നമ്മളങ്ങ് പോകണമെന്നേ. പ്രസംഗം പുൽപ്പിറ്റിന്ന് കേൾക്കുന്ന പ്രസംഗകന്റെ വായിന്ന് വരുന്ന വചനം കൊണ്ടല്ല ജീവിക്കേണ്ടത്, ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന സകല വചനം കൊണ്ടും. യേശു അതല്ലേ പഠിപ്പിച്ചത്? അല്ലെങ്കിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, വാരി കിട്ടുന്ന, കൺവെൻഷന് കിട്ടുന്ന 45 മിനിറ്റ് കൊണ്ട്, കോൺഫറൻസിന് പോയി കിട്ടുന്ന 20 മിനിറ്റ് കൊണ്ട്, അല്ലെ ടി വി കാണുന്ന 10 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന വചനം കൊണ്ടല്ല, അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന സകല വചനം കൊണ്ടും. അതാ ദൈവവചനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നാം അങ്ങനെ ആയിരിക്കണം. അപ്പം 3ാമത് പറയുക, അത് വീണത് മുള്ളിനിടയ്ക്ക. ധനത്തിൻ്റെ ചിന്തകൾ, ഈ ലോകത്തിൻ്റെ ചിന്തകളും വഞ്ചനകളും ചേർന്ന് വചനത്തെ അങ്ങോട്ട് ഞെരുക്കിക്കളഞ്ഞു. വളരാൻ കഴിഞ്ഞില്ല. എബ്രായ വിശ്വാസികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒഴുകിപ്പോകുന്നത്? വചനം ഉൾനടുവാൻ നിങ്ങൾ അവസരം കൊടുത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവവചനം നമ്മളിൽ ചെയ്യുന്ന ക്രിയയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ തിങ്. വാട്ട് ആർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത, അല്ലെങ്കിൽ ദൈവവചനം നമ്മളിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഈ 5 കാര്യങ്ങളാണ് മിനിമം ഉണ്ടാക്കുന്നത്. സ്തോത്രം. 1, ലൂക്കോസ് 18-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യമാണ്. ലൂക്ക് ചാപ്റ്റർ 18:23. ഞാൻ പറഞ്ഞു പോകാം. യേശുവിൻ്റെ അടുക്കിലേക്ക് പല സുവിശേഷങ്ങളിലും പല രീതിയിൽ അത് എഴുതിയിരിക്കുന്നത്. ധനാഠ്യനായ ഒരു മനുഷ്യൻ, പള്ളിപ്രമാണി ഒരു മനുഷ്യൻ, യൗവനക്കാരനായ ഒരു ധനികനായ യുവാവ് എന്നൊക്കെ ഓർപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ അടുക്ക വന്നു. യേശുവിൻ്റെ അടുക്ക വന്നിട്ട് അവൻ യേശുവിൻ്റെ അടുക്ക പറയും, ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി. നല്ല ചോദ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെടുന്ന സമയത്തെങ്ങാണ്ട് അങ്ങനെ ചോദിച്ചതാണ്. അതിനുശേഷം നമ്മൾ ആ കാര്യം ഒന്നും ചെയ്യാറില്ല. ഇവിടെ വന്ന് നല്ല കാര്യമാണ്. യേശു പറഞ്ഞ കൽപ്പനയൊക്കെ പ്രമാണിക്കണം. അയ്യോ, ഞാനത് ചെറുപ്പം തൊട്ട് പ്രമാണിക്കുന്ന. അപ്പനെ അനുസരിക്കും, അപ്പനമ്മയെ അനുസരിക്കും, കുലയത്തില്ല, വ്യഭിചാരം ചെയ്തില്ല, മോട്ടിക്കത്തില്ല, കള്ളസാക്ഷ്യം പറയത്തില്ല, സകല കൽപ്പനകൾ അനുസരിക്കുന്ന. കൊള്ളാം. യേശുവിനെ ഇഷ്ടപ്പെട്ടവനെ. കാരണം ഇത്രയും കൂട്ടത്തിലൊരു പ്രമാണം അനുസരിച്ചതിനെ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനെ നോക്കിയിട്ട് അങ്ങ് സ്നേഹിച്ചു. സിമ്പിൾ മെസ്സേജ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങ് സ്നേഹിച്ചിട്ട് പറയും, ഒരു കുറവ് നിനക്ക് ഉണ്ട്. നിങ്ങളോട് സ്നേഹമുള്ളവർ പറയുന്നതാ നിങ്ങളുടെ ജീവിതത്തിലെ കുറവ്. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ കുറവ് പറഞ്ഞാൽ ഓർത്തോണം, അവർക്ക് എന്നോട് എന്തുകൊണ്ട്? കുറ്റം പറയുന്നതല്ലേ ഈ പറഞ്ഞത്, കുറവ് പറയുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. കുറ്റം പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തവരെ കുറ്റം പറഞ്ഞു നടക്കുന്നത്.
നിങ്ങളുടെ കുറവ് വെളിപ്പെടുത്തുന്നത് സ്നേഹമുള്ളവരാ. യേശുവിനെ അങ്ങ് സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാ നമ്മുടെ ജീവിതത്തിലെ കുറവ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ 100 പേര് കണ്ടേക്കാം, കൈകൊട്ടി കൂടെ നിൽക്കാൻ ആള് കണ്ടേക്കാം, തോളിൽ തട്ടി ആശ്ലേഷണം ചെയ്യാൻ ആള് കണ്ടേക്കാം. പക്ഷെ കുറവ് വെളിപ്പെടുത്തുന്നവൻ ദൈവസ്നേഹം മാത്രമേ ഉള്ളൂ. നിനക്കൊരു കുറവുണ്ട്, സ്തോത്രം. കുഞ്ഞെ, നീ നേടിയതിൻ്റെ കണക്കല്ല എനിക്ക് വിഷയം, എനിക്ക് വേണ്ടി എന്ത് വലിച്ചെറിയാം. നീ രാത്രി എത്ര പേരുടെ കൂട്ടത്തിലുണ്ട്? ദൈവമക്കളെ, യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞത് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്കിതേ ഉള്ളായിരുന്നു, ഇപ്പോൾ എനിക്കിതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല സാക്ഷ്യം. ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്തൊക്കെ വലിച്ചെറിഞ്ഞു. ഹല്ലേലൂയ. ചവറം എണ്ണിയതിൻ്റെ കണക്കാ നിങ്ങളുടെ ഉയരത്തിലെ നിക്ഷേപം. അത് മറന്നു പോകല്ലേ. വാരിക്കൂട്ടിയ നന്മയല്ലെന്നേ, അതൊക്കെ 6 അടി മണ്ണിനകത്ത് ഒതുങ്ങിപ്പോകുമ്പോൾ നമ്മുടെ നേട്ടമെന്ന് പറയുന്നത് എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ വലിച്ചെറിയാൻ പറ്റി. ഒരു കൂട്ടം ചെയ്ത കണക്കുകൾ അവന് നിരത്തി വെക്കുമ്പോൾ അനുസരിച്ചു ന്യായപ്രമാണം, അനുസരിച്ചു നല്ല കാര്യങ്ങൾ എല്ലാം നല്ലതാ. പക്ഷെ ഒരു ചോദ്യം നിന്നോട്, നിനക്കുള്ളതെല്ലാം വിൽക്കാൻ പറ്റുമോ? അവൻ്റെ വീടെല്ലാം കൂടെ വിറ്റിട്ട് കടം കയറ്റിയിട്ട് അവനെ വാടക വീട്ടിലേക്ക് മാറ്റാനല്ല യേശു ചോദിച്ചത്. എൻ്റെ ഉള്ളിനകത്തുനിന്ന് ഇനിയും വേരിറങ്ങാത്ത എന്തെങ്കിലും, വേരിറങ്ങിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന വചനത്തിനകത്ത് കയറാൻ പറ്റൂ. ഇത് കേട്ട ഉടനെ അവൻ എന്ത് പറ്റി? ഹി ബിക്കം സാഡ്. സോ when we hear the word of God, many of will become sad. ഒന്നാമത് നമുക്കുണ്ടാകുന്നത് വചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകും? ദുഃഖം ഉണ്ടാകും. ഇതെന്തുകൊണ്ടാ? അനുതാപത്തിൻ്റെ ദുഃഖമല്ല, അനുസരിക്കാൻ പറ്റാത്തതിൻ്റെ. സ്തോത്രം. അയ്യോ, കരച്ചിലൊക്കെ കണ്ടപ്പോൾ ഓർത്തു, ഒന്ന് വചനം അങ്ങ് കൊണ്ടതല്ല. അയ്യോ കർത്താവ്, നല്ല പ്രസംഗമായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് ഇത് അനുസരിക്കാൻ പറ്റത്തില്ല. 19 വർഷമായിട്ട് ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, പക്ഷെ ഇന്നും എന്നെക്കൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അനുസരിക്കാൻ പറ്റത്തില്ലല്ലോ. അവൻ ദുഃഖിതനായി വീട്ടിലേക്ക് പോയി. അനുസരിക്കാൻ പറ്റും. സോ ദ വേർഡ് ഓഫ് ഗോഡ് വിൽ മേക്ക് യു സാഡ്. ശ്രദ്ധിക്കണം. അല്ലയ്യ, വചനം നിങ്ങളെ ദുഃഖിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് അനുസരിക്കാൻ തയ്യാറാകണം. വചനം കേട്ടുണ്ടാകുന്ന ദുഃഖം അല്ലയ്യ ദുഃഖമായി അങ്ങ് പോകുകയല്ല, വചനത്തിൻ്റെ മുമ്പാകെ വിറച്ച് സമർപ്പിക്കണം. അവൻ അങ്ങോട്ട് പോയ ഉടനെ യേശു പറഞ്ഞ ഒരു സമ്മറി വാക്കുണ്ട്. ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ചു, ധനമുള്ളവരെങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. യേശു പറഞ്ഞു, ഒട്ടകം സൂചിക്കുഴ പോകുന്ന പോലെ സ്വർഗരാജ്യത്തിൽ പോകുന്നത്. സ്തോത്രം. അതിൻ്റെ അർത്ഥം കാശും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും, അതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. ദൈവവചനത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വർഗയാത്ര സ്വപ്നമായി മാറും. അത്ര യേശു ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ പറയുന്നത് കേട്ടിട്ട് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൈയടിച്ചോ പാട്ടുപാടിക്കോ പ്രമാണം നടത്തിക്കോ എല്ലാം നടത്തിക്കോ, പക്ഷേ സ്വർഗത്തിൽ പോകാൻ ഓർക്കരുത്. അതിന് ഉദാഹരണം പറഞ്ഞത്, ഒട്ടകത്തെ എവിടെ കൂടെ വിടണം? സൂചിക്കുഴയിൽ കൂടെ. എല്ലാവർക്കും സൂചി കണ്ടിട്ടുണ്ട്. പഴയ കാലത്തെങ്കിലും സൂചി കാണാത്തരാരും ഇല്ല. ഇപ്പോൾ നമ്മൾ അധികം ഒന്നും ഉപയോഗിക്കാറില്ല. പഴയ കാലത്ത് എല്ലാവരും സൂചിയൊക്കെ കാണാറുണ്ടായിരുന്നു. അതിൻ്റെ ഐ ഓഫ് ദ നീഡിൽ, സൂചിയുടെ കുഴയെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കണ്ടിട്ടില്ലേ? ഇപ്പോഴൊക്കെ ഒരു സൂചിയുടെ ഒരു നൂലെന്ന് വെക്കാൻ നോക്കിക്കേ, ബുദ്ധിമുട്ടാണ്. എത്ര കണ്ണാടി വെക്കണം? അപ്പം അത്ര ചെറുതാണ് സൂചിക്കുഴ. ഒരു ഒട്ടകത്തോട് പറഞ്ഞു, കുഞ്ഞെ നീ എങ്ങോട്ട് പോകണം? സൂചിക്കകത്തൂടെ പോകണം. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്ത്, കാലപ്പഴക്കത്തിൽ ഒട്ടകത്തെ പറയാൻ വല്ലതും പറ്റിയ ബുദ്ധിമുട്ടല്ലേ? ഒട്ടകത്തെ പറഞ്ഞാൽ പിന്നെ ഒട്ടകം പിന്നെ സഭയെ വരത്തില്ല, ഒട്ടകം പിന്നെ പള്ളി കയറത്തില്ല, ഒട്ടകത്തിൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ട് നമ്മൾ സൂചിയുടെ കുഴ അങ്ങ് വലുതാക്കി. ഒട്ടകത്തിനും കയറാം. അങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്നേ. ഒട്ടകത്തെ പട്ടിണിക്കിട്ട് മെലിഞ്ഞ് സൂചിക്കുഴയുടെ പരുവത്തിലാക്കുന്നതാ വചനത്തിൻ്റെ ശുശ്രൂഷ. You need to become the size of the eye of the needle, then only you can enter into the kingdom of God. ഒട്ടകത്തിൻ്റെ സൈസിന് സൂചി വലുതാക്കുന്നതല്ല, സൂചിക്കുഴയുടെ പരുവത്തിന് ഒട്ടകത്തിനാക്കി മാറ്റണം. അതാ ദൈവവചനം പറയുന്നത്. വലിച്ചെറിയേണ്ടത് വലിച്ചെറിയണം, ചവറം നണ്ണേണ്ടത് ചവറം നണ്ണണം. അതാണ് വചനത്തിൻ്റെ ഭാഷ. പോകുന്നവരെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഇടുക്കം ഞെരുക്കം ചുരുക്കം. ഹല്ലേലൂയ. ഇടുങ്ങാനും ഞെരുങ്ങാനും ഒരുക്കമുള്ളവർക്ക് മാത്രമേ ചുരുക്കമേ ഉള്ളെങ്കിലും അക്കരെ നാട്ടിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. ദൈവവചനം ഇന്ന് രാത്രി നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിൽ, ഏതെങ്കിലും വചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വീണ് കരഞ്ഞോണം. ഇത് എന്നോടുള്ള ദൈവിക സന്ദേശമാണ്, ഇതാരോടുള്ളതല്ല, എനിക്ക് മാത്രമുള്ള ദൂതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോകും. അല്ലെങ്കിൽ നിങ്ങൾ കാലപ്പഴക്കത്തിൽ വചനം കരുതിക്കൊണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോകും. 2, ദ വേർഡ് ഓഫ് ഗോഡ് വിൽ മേക്ക് യു മാഡ്. 1, നിങ്ങൾക്ക് ദുഃഖം വരും. 2, ദേഷ്യം വരും. കേൾക്കുമ്പോൾ അല്ലല്ലോ, ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ദൈവവചനം കേൾക്കുമ്പോൾ പറയുന്നവരോട് ദേഷ്യം വരും. ഉള്ളിലൊരു ഭയങ്കര, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അങ്ങനെയുണ്ടെന്ന് പ്രസംഗം അങ്ങനെയുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 54-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 7:54, 54-ാം വാക്യം വേദപുസ്തകത്തിലെ സുന്ദരമായ ഒരു പ്രസംഗമാണ്.
എന്തിനേറെ പ്രസംഗിക്കുന്ന ദൈവമക്കളെ, ഒറ്റ പ്രസംഗം മതി. ഇപ്പോൾ ഞാൻ പാസ്റ്റർ എന്നോടൊരു സമയം പറഞ്ഞിട്ടുണ്ട്, ഇത്ര സമയത്ത് നിർത്തണമെന്ന്, ഇല്ലെങ്കിൽ അടുത്ത പാസ്റ്റർ എഴുന്നേറ്റ് കൂടെ നിൽക്കും. അതാണ് എൻ്റെ അടയാളം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം. പക്ഷേ പഴയ കാലത്ത് അങ്ങനെയൊന്നുമല്ല. പാസ്റ്റർ പ്രസംഗം തീരുന്നത് എറിഞ്ഞിടുകയായിരുന്നു. വിശ്വാസികൾ എന്ത് ചെയ്യും? കല്ലെറിഞ്ഞ് വീണ് അന്നേരം പ്രസംഗം. വിശ്വാസികളെല്ലാം കൂടെ കല്ലെറിഞ്ഞു, അവസാനം പാസ്റ്ററുടെ പ്രസംഗം അത്രയും മേലെ നിൽക്കത്തില്ല, ഞാൻ ഒക്കെ നിർത്തിയേക്കാം. ഇവിടെ പറയുന്നു സ്തേഫാനോസ് വളരെ ശക്തമായി പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിൻ്റെ ഒടുവിൽ ആവേശം മൂത്ത്, പ്രസംഗം അങ്ങോട്ട് മൂത്തപ്പോൾ മുഖമൊക്കെ ദൂതൻ്റെ മുഖം പോലെ അങ്ങ് വികാസിച്ചു. അല്ലെങ്കിൽ 6-ാം 15-ാം വാക്യം, അല്ലെങ്കിൽ ദൂതൻ്റെ മുഖം പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഒടുവിലായി എത്തുമ്പോൾ പ്രസംഗത്തിനകത്ത് അവർ കേട്ട് കോപപരവശരായെന്നാണ് പറയുന്നത്. അവർ പല്ല് കടിക്കാൻ തുടങ്ങി. സ്തോത്രമല്ലിയ. നമ്മളൊക്കെ ദൈവ പ്രിയ പൈതൽ ഓർപ്പിച്ച പ്രകാരം പ്രസംഗത്തിനിടയ്ക്ക് ഞങ്ങളൊക്കെ കയ്യടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പല്ലുകടി കിട്ടുന്നത്. സ്തോത്രമല്ലിയ. പല്ല് കടിക്കുക അവിടെ ഇരുന്ന ആൾക്കാർ. എന്തിനാ? പ്രസംഗം കേട്ടിട്ട് അകത്തങ്ങോട്ട് മുറിവേൽക്കുകയാണ്. കോപപരവശരായി. സംബഡി വിൽ ബിക്കം മാഡ് വെൻ യു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം കേൾക്കുമ്പോൾ പലർക്കും കോപം വരുന്നതിൻ്റെ കാരണം നമ്മുടെ പാപബോധമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുതാപത്തിൻ്റെ രാത്രിയായി മാറട്ടെ. എത്ര വർഷമൊന്നും വിഷയമല്ല. യഹൂദ പ്രമാണികളെ, പരീശന്മാരെ, ശാസ്ത്രിമാരെ, ന്യായപ്രമാണം അറിയാവുന്നവരെ, ശാസ്ത്രിമാരെ എന്നൊക്കെയല്ലേ അഭിസംബോധന ചെയ്തത്. പക്ഷേ വചനം കേൾക്കുമ്പോൾ വചനത്തോട് നമുക്കൊരു ഭയം ഉണ്ടാകണം. കോപമല്ല ഉണ്ടാകേണ്ടത്. ദൈവവചനത്തിൽ 119-ാം സങ്കീർത്തനത്തിൽ ദൈവം പറയുന്നു, അല്ലെങ്കിൽ 66 പറയുന്നു, ദൈവം ആരെയെങ്കിലും കടാക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഒരു ഭയം നമുക്കുണ്ടാകണം. നമ്മളത് കേട്ട് തഴമ്പിച്ച് കാലപ്പഴക്കം കൊണ്ട് നമുക്കതിനോടുള്ള പ്രതിപത്തി കുറഞ്ഞു, ഭയം കുറഞ്ഞു. ദൈവവചനത്തെ ഭയപ്പെടാത്തൊരു തലമുറ. സ്തോത്രം. പിതാക്കന്മാരെ, മാതാക്കളെ, ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, നിങ്ങൾക്കുള്ള ദൈവവചനത്തോടുള്ള ഭയം നമ്മുടെ തലമുറയ്ക്കുണ്ടോ? ഈ 2019 ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. ദൈവമക്കൾ, ദൈവ കുഞ്ഞുങ്ങൾ ദൈവവചനത്തിൻ്റെ ഭയത്തിലേക്ക് മടങ്ങി വരട്ടെ. Not only the mere singing and worshiping and dancing or jumping and hop. We want to see a generation fearing the Lord and fearing the word of God, walking in the absolute truth of the word of God. ദൈവവചനത്തിൽ നടക്കുന്ന, ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നടക്കുന്ന ഒരു തലമുറയ്ക്കായി സ്വപ്നം കാണുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ എന്തെല്ലാം നേടുന്നതിൻ്റെ അപ്പുറത്ത് ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും വേണ്ടത് വചനത്തിൽ, യോഹന്നാൻ പറയുന്ന പോലെ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് വലിയ സന്തോഷമില്ല. അതിക്കുള്ള എന്തോ സന്തോഷം? More than the degree they are getting or the wealth they are accumulating, we want to see that we are walking in the truth. Hallelujah. ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയാകുന്നതിനേക്കാൾ ദൈവവചനം ചുമക്കുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് കേൾക്കുന്നതായിരിക്കട്ടെ നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. കോപപരവശരെ അവർ പല്ല് കടിക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ കോപിക്കുന്നവരുണ്ട്. പക്ഷെ അനുദപിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോകും. 3, ദൈവവചന കേൾവി ഇറ്റ് വിൽ മേക്ക് യു ഹല്ലേലൂയ ഗ്ലാഡ്. 1 സാഡ്, 2 മാഡ്, 3 ഗ്ലാഡ്. സന്തോഷം ഉണ്ടാക്കും. വളരെ സന്തോഷമാണ് ദൈവവചന കേൾവി. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 39. ഇവിടെ പറയുന്ന വളരെ രസകരമായ ഒരു കഥയാണ്, സംഭവമാണ്. ശമരിയയിൽ വലിയ ഉണർവ് നടക്കുകയാണ്. എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ണനുണ്ടായ അനുഭവമാണ് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ 1-ാം അധ്യായം മുതൽ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രമല്ലിയ. ഫിലിപ്പോസ് ശമരിയിലെത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ, ക്രൂസൈഡുകൾ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ മെഗാ ക്രൂസൈഡൊക്കെയാണ് ശമരിയിൽ നടക്കുന്നത്. രോഗികൾ സൗഖ്യമാകുന്നത്. 8-ാം വാക്യം, പട്ടണം മുഴുവൻ ആർത്ത് സന്തോഷിക്കുന്ന അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികളാണ്. അങ്ങനെ ഈ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫിലിപ്പോസിൻ്റെ ചെവിയിൽ ഒരു ദൈവശബ്ദം, നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള അടുത്ത കൺവെൻഷന് പോകാനല്ല പറഞ്ഞത്, അടുത്ത കോൺഫറൻസിന് പോകാനാണ് പറഞ്ഞത്. എങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്? ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ഒറ്റ ആളും പേരും അവിടെ ഇല്ല. ഈ ഗസയുടെ വഴി കൂടെ ഇപ്പോൾ ആരും പോകാറേയില്ല. പണ്ട് ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. ഉത്സവത്തിന് ആൾ പോയിക്കൊണ്ടിരുന്ന വഴിയാണ് ഗസ. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്ന് 3 മാളികയുള്ള അല്ലെങ്കിൽ വലിയ ഗോപുരമുള്ള അമ്പലങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ദേവന്മാരുടെ വിഗ്രഹങ്ങളും കോട്ടകളും അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് കൃപ ചോർത്തിക്കളഞ്ഞ് ഒരുത്തനെ കണ്ണ് കെട്ടിയിട്ട്, കയ്യും കെട്ടി തൂണോട് ചേർത്ത് കെട്ടിയിട്ട്, ഹല്ലേലൂയ, അവനവിടെ ബന്ധനസ്ഥനായി കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഒരു പ്രാവശ്യങ്ങളിൽ എനിക്കൊരു ശക്തി തരണമെന്ന്. ഏത് കിടപ്പിൽ കിടന്നുകൊണ്ടും ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെയുള്ള സകല കെട്ടുകളും പൊട്ടും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും സംഗതി താമസിച്ചു പോയിട്ടില്ല. കാലപ്പഴക്കം കൊണ്ട് മൂല്യചോഷണം വന്നതുകൊണ്ടൊന്നും ഇന്ന് രാത്രി ഭയപ്പെടേണ്ട. കിടക്കുന്ന കിടപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി, ഇഫ് യു ക്യാൻ ക്രൈ വൺസ് അഗെയിൻ
ലോർഡ് സ്ട്രെങ്തൻ മീ, എന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ശക്തീകരിക്കണമേ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ, അന്നത്തെ ഉത്സവം മുടങ്ങി ഗസവിനെ നിർജ്ജന വഴിയായി മാറി. അവിടെ ആളും പേരും പോകുന്നില്ല. ഇന്ന് നിങ്ങൾ കാണുന്ന ആൾക്കൂട്ടത്തെയോ ഇന്ന് നിങ്ങൾ കാണുന്ന ആക്രോശങ്ങളെയോ കണ്ട് ഭയപ്പെടേണ്ട. കൃപയുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കൂ, ആത്മാവിൽ പ്രാർത്ഥിക്കൂ. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ദൈവകൃപയുടെ അളവറ്റ വലിപ്പം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ സഭയുടെ മേൽ ഒന്ന് വെളിപ്പെടണമേ. ഹല്ലേലൂയ. ഈ ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകുവാൻ ഫിലിപ്പോസിന് നിർദ്ദേശമുണ്ടായി. പാവത്താൻ ക്രൂസൈഡൊക്കെ അവിടെ നിർത്തിയിട്ട് ഓടിപ്പോയി. ഞാനാണെങ്കിൽ പോകത്തില്ലായിരുന്നു. കാരണം ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി, ഇത്രയും നല്ല അവസരങ്ങൾ ഇനിയും മുന്നിൽ വാതിലുകൾ തുറക്കാൻ പോകുക. പക്ഷെ ദൈവാലോചനയ്ക്ക് അല്ലെങ്കിൽ ചെവി കൊടുക്കുന്നവരെയാ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടത്. ദേവദാസനെ ഓർപ്പിച്ചല്ലോ, അതെല്ലാം കൂടെ ചേർത്ത് പറയട്ടെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാ ദൈവമക്കൾ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കിഷ്ടമുള്ള പോലല്ല പോകേണ്ടത്. We need to obey the spirit of the living God. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി. ഈ അന്ത്യകാലത്ത് ദൈവസഭ ആത്മാവിനെ അനുസരിക്കണം. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് അങ്ങോട്ട് പോകുക. എങ്ങോട്ട് പോകണം? ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകുന്ന വഴിക്കാണ് എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഹല്ലേലൂയ ഷണ്ണൻ ആലയത്തിൽ വന്നിട്ട്, യെരുശലേമിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. ഒന്ന് രണ്ട് ഭാഗം ഒന്ന് പറഞ്ഞു പോകട്ടെ. സ്തോത്രം. ശ്രദ്ധിക്കണം. ഇവൻ പള്ളി വന്നതാണ്, പ്രാർത്ഥിക്കാൻ വന്നത്. നല്ല ദൂരം, ധാരാളം മൈലുകൾ ദൂരെ യാത്ര ചെയ്താണ് വന്നത്. വന്നപ്പോഴേ അറിഞ്ഞത് എനിക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റത്തില്ല. ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ വായിക്കേണ്ട 16 തൊട്ട് 21 വരെ വായിക്കുമ്പോൾ ഒരു ഏകദേശം 19 വിധ രോഗികളുടെ ലിസ്റ്റുണ്ട്. ഈ കൂട്ടത്തിൽ ഒരുത്തിന് ഇവിടെ കയറാൻ പറ്റത്തില്ല, പള്ളി കയറാൻ പറ്റത്തില്ല. പ്രാകാരത്തിലൊക്കെ വന്ന് കറങ്ങിയടിച്ച് മന്ത്രിയാണെന്നും പറഞ്ഞ് സഭയെ വരച്ചാൻ ദൈവം സമ്മതിക്കത്തില്ല. കൂട്ടത്തിലുണ്ട് എല്ലാവരും. അത് മന്ത്രിയും തന്ത്രിയൊക്കെ വീട്ടിൽ, ദൈവസഭയ്ക്കകത്ത് പ്രമാണമുണ്ട്. ഹല്ലേലൂയ. പൊങ്ങച്ചം കാണിക്കാനുള്ള സ്ഥലമല്ല ദൈവസഭ. ആളും ആഢ്യത്വം കാണിക്കുന്ന സഭയല്ല ആരാധന സ്ഥല. എഴുതി വെച്ച വചനത്തിൻ്റെ പ്രമാണമുണ്ട്. പ്രമാണം കെട്ട ഒരുത്തൻ എത്ര വലിയവനാണെങ്കിലും വന്ന പേരിൻ്റെ വലിപ്പം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കാറിൻ്റെ വലിപ്പം എത്ര വലുതാണെങ്കിലും, താമസിക്കുന്ന വീടിൻ്റെ വലിപ്പം എത്ര ആണെങ്കിലും, കൊണ്ടു നടക്കുന്ന പൊസിഷൻ എത്ര ആണെങ്കിലും, പള്ളിക്കകത്ത് പള്ളിയുടെ പ്രമാണമുണ്ട്. ദൈവസഭ പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. ഒരാശ്വതനും ആലയത്തിനകത്ത് എത്തി നോക്കുവാൻ ആത്മലോകം സമ്മതിക്കരുത്. കൃപ ചോർന്നവർക്കും അഭിഷേകം ചോർത്തിക്കളഞ്ഞവർക്കും കൃപാവരത്തെ പുച്ഛിക്കുന്നവർക്കും വചനവിരുദ്ധമായി ജീവിക്കുന്നവർക്കും വന്ന് കളിക്കാനുള്ള സ്ഥലമല്ല ദൈവസഭ. ദൈവസഭ ആത്മീയർ ഒരുമിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഒരു കൂട്ടം വിശുദ്ധന്മാരെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുണ്ട് എന്ന് സത്യം മറന്നു പോകല്ലേ. സഭയിൽ ആള് കൂട്ടുന്നതല്ല നമ്മുടെ ജോലി. ആത്മീയരമായ ഒരു കൂട്ടരെ ആത്മാവിൽ വാർത്തെടുത്ത് അക്കരെ നാട്ടിലെ കൊണ്ടുപോകുന്ന ഒരു വലിയ ശുശ്രൂഷ. ക്രിസ്തുവിനൊരു മണവാട്ടിയെ ഒരുക്കുന്നതിൽ അപ്പുറത്തൊരു ശുശ്രൂഷയും വിളിയും നമുക്കില്ല. എലയാസറിനെ വിളിച്ചിരുത്തിയിട്ട് തന്നോട് അബ്രഹാം സത്യം ചെയ്യുന്ന ഇതാണ്, കുഞ്ഞെ നിന്നെ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. എന്താ ദൗത്യം? ഗോ ആൻഡ് ഫൈൻഡ് എ ഹല്ലേലൂയ ബ്രൈഡ് ഫോർ മൈ സൺ. എൻ്റെ മകന് ഒരു വധുവിനെ കണ്ടെത്തണം. ഈ ഒരൊറ്റ ദൗത്യമാ പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു എന്ന മണവാളനെ ഒരു കൂട്ടം മണവാട്ടികളെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാത്ത, ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ പറ്റിച്ചേരാത്ത, ഈ ലോകത്തിലുള്ള വിഷയങ്ങളോട് ആർത്തിയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുക എന്നൊരു വലിയ ദൗത്യം സഭയ്ക്കുണ്ട്. ആ ദൗത്യത്തിൽ നിന്ന് സഭ പുറകോട്ട് പോകല്ലേ. അങ്ങനെ ഇവൻ ആലയത്തിൽ വന്ന് ആരാധിക്കാനൊന്നും പറ്റി കാണത്തില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞു പോകുക, പ്രസംഗ ഭാഷയല്ല പറയുന്നത്. പക്ഷേ ഇവൻ ആരാധിക്കാനുള്ളൊരു ഹൃദയം ഉണ്ടെന്ന് ആര് കണ്ടു? ദൈവം കണ്ടു. പിന്നെ കൈ കാശുണ്ടായിരുന്നുകൊണ്ട് ഇന്നത്തെ പോലെ ബൈബിൾ എല്ലാ വേർഷനൊന്നും അവൈലബിൾ ഒന്നും അല്ലല്ലോ. സ്തോത്രം. ഇന്നാണെങ്കിൽ എല്ലാ വേർഷനും അവൈലബിളാണ്. പിന്നെ ഇതെല്ലാം കൂടെ വായിച്ച് തല പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടൊരു വേർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് മനസ്സിലാകുന്ന വേണ്ടി. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനുണ്ട് ആൾക്കാർ പറയുന്നത് നല്ല 66 പുസ്തകങ്ങൾ, 1189 അധ്യായങ്ങൾ, 31,105 വാക്യങ്ങൾ, പിന്നെ അക്ഷരം വരെ പറയുന്നവരുണ്ട്. അത് ഓരോ വേർഷൻ അനുസരിച്ച് മാറും. മലയാളത്തിൽ അക്ഷരത്തിൻ്റെ എണ്ണം 1, ഇംഗ്ലീഷിൽ NIV അങ്ങോട്ട് പോകുന്തോറും അക്ഷരത്തിൻ്റെ എണ്ണം. പിന്നെ നമ്മൾ പറയുന്നത് വരുമ്പോൾ പിന്നെ കൂടുതൽ കുറേയൊക്കെ ചെയ്യും. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവൻ വന്ന് കൈ കാശുണ്ടായിരുന്നു. അന്ന് ബൈബിൾ ഇങ്ങനെ അവൈലബിൾ ഒന്നുമല്ല. പിന്നെ ഇങ്ങനെ ചുരുളിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ കൗണ്ടറിൽ ചെന്നിട്ട് കാശുണ്ടായിരുന്നുണ്ട് ഒരു ചുരുളങ്ങ്. അത് ഏത് പുസ്തകം കിട്ടിയത്? യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം. അതും ചുമന്ന് എവിടെ കയറി? തേരെ കയറി. ഈ തേരെ കയറിയപ്പോൾ തൊട്ട് പള്ളി കയറാൻ പറ്റാത്ത കൊണ്ട് പുള്ളി എന്തോ വായിച്ചുകൊണ്ട് പോവുക? ബൈബിൾ വായിച്ചോണ്ട്. നിങ്ങൾ
ആണ് എന്തോ ചെയ്തേനെ, പള്ളിയിൽ ആരാധിക്കാൻ വന്നിട്ട് 2 ഡോറും തുറന്നിട്ട് സ്തോത്രവും പറയേണ്ട, സ്തോത്രവാഴ്ച ഇടണ്ടെന്ന് പറഞ്ഞിട്ടും ആരും വരുന്നില്ല. നമ്മളായിരുന്നെങ്കിൽ അന്ന് പള്ളി കയറ്റിയില്ലായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ, അടുത്ത സഭ തുടങ്ങിയേനെ അല്ലേ? എത്യോപ്യ രാജ്ഞിയുടെ പേരിൽ ഒരു സഭ തുടങ്ങിയേനെ. പക്ഷേ അവൻ പുറത്തോട്ട് പോയിട്ട് അല്ലെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ട് പോവുകയാണ്. നീ ശ്രദ്ധിക്കണം, ഈ ഫിലിപ്പോസ് രഥത്തിൻ്റെ പുറകെ ഓടുന്നത്. രഥം എന്ന് പറഞ്ഞാൽ പഴയ കാലത്താണ് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വണ്ടി അതിലെങ്ങും പോയിട്ടില്ല. അപ്പം റോഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, പോകുന്നത് കുതിര വലിക്കുന്ന രഥമാണ്. ആ വണ്ടി പോകുന്ന റോഡിൻ്റെ മോശം കൊണ്ടും ആ കുതിരയുടെ കടകട ശബ്ദങ്ങളും എല്ലാം ഉണ്ട്, കുതിര ഓടിക്കുന്നവൻ്റെ ശബ്ദമുണ്ട്. അതിനിടയ്ക്ക് ഇവൻ വായിക്കുന്ന പുസ്തകം ഏകദേശം ഒരു നല്ല സ്പീഡിലായിരിക്കുമല്ലോ, 10-40 മൈൽ സ്പീഡിലെങ്കിലും ആയിരിക്കും കുതിരവണ്ടി പോകുന്നത്. അപ്പോൾ ഈ അണച്ചണച്ച ഉപദേശി കൂട്ടത്തിൽ, ഫിലിപ്പോസ് ഉപദേശി കൂട്ടത്തിൽ ഓടുകയാണ്, ചേറിനോട് ചേർന്ന് നടക്കാമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് പുള്ളിക്ക് മനസ്സിലായി ഏത് പുസ്തകം വായിച്ചെന്ന്. ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തോ ഒച്ചത്തിലായിരിക്കും പുള്ളി വായിച്ചു. നമ്മൾ വായിച്ചാൽ മനുഷ്യൻ പോലും കേൾക്കത്തില്ലല്ലോ. നമ്മുടെ പിള്ളേരൊക്കെ ബൈബിൾ വായിച്ചോന്ന് പോലും അറിയത്തില്ല. ദൈവവചനം വായിക്കുവാണെങ്കിൽ ഉറച്ചു വായിക്കണം. ഹല്ലേലൂയ. ക്ലിയർ ആൻഡ് ലൗഡ്ലി. നമുക്കും കേൾക്കണം, പിശാചും കേൾക്കട്ടെ, സ്വർഗം അംഗീകരിക്കട്ടെ. വചനം വായിലുണ്ടെന്ന്. അതല്ലേ യോശുവോട് പറഞ്ഞത്, ഈ വചനത്തിൽ ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് വിട്ടുമാറരുത്. ഹൃദയത്തിൻ്റെ മാംസപലകയിൽ ഉണ്ടായിരിക്കണം, അത് വചനത്തിലുണ്ടായിരിക്കണം, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരിക്കണം, നെറ്റിയിൽ ഉണ്ടായിരിക്കണം. എനിക്ക് സമയമില്ല, ചിന്ത പോലും വചനത്തിനകത്ത് കേന്ദ്രീകരിച്ചിരിക്കണം. അല്ലല്ലേ? നടപ്പും പ്രവൃത്തിയും വചനത്തോട് ചേർന്ന് വി നീഡ് ടു വെൽ അലൈൻ വിത്ത് വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനമായിട്ട് മാച്ച് ചെയ്ത് വേണം ജീവിക്കാൻ. വചനം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉറച്ചു വചനം വായിച്ചു. 2, ഇവനിതൊന്നും മനസ്സിലായില്ല. നമ്മളൊക്കെ ആണെങ്കിൽ മത്തായി 1-ാം അധ്യായം എത്ര നാളായി വായിച്ചിട്ട്? എവിടെ വായിക്കാൻ? അല്ല പോട്ടെ, ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 1 തൊട്ട് 9 വരെ ആരും, പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എബ്ബേസിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ഒരു പ്രസംഗമൊക്കെ ഒരു ആവേശമൊക്കെ ഉണ്ട്. നമ്മൾ കഴിവതും നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് കൂടുതലും അങ്ങനെയാണല്ലോ ഈ സങ്കീർത്തന പുസ്തകം ഇങ്ങനെ വയറുന്തി നിൽക്കുന്നത്. കാരണം ഒന്ന്, അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം, വരികൾ തമ്മിൽ അകലം, എളുപ്പമുണ്ട് വായിക്കാൻ, എളുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തന വായന ഭാഗ എന്നൊരു അസാധാരണ സംഭവം തന്നെ ഞായറാഴ്ച നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം എളുപ്പമുണ്ടെന്ന് വ്യാഖ്യാനിച്ച് പറയാം. നല്ല കാര്യങ്ങളാണ്. കാരണം എപ്പോഴും വായിക്കുന്ന, കൂടുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ 90% നമ്മുടെ പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്ന വാക്യങ്ങൾ പോലും എവിടുന്നാ? കാരണം അതാ വായിക്കാൻ എളുപ്പം, നല്ല രസമല്ലേ എൻ്റെ അകലെ വെച്ചിട്ട്. പക്ഷെ അതുപോലെ തന്നെയാണ് തൊട്ടപ്പുറത്തൊരു അധ്യായമുണ്ട്. തൊട്ടപ്പുറത്തൊരു പുസ്തകം ഏതാ? സദൃശവാക്യം. ഇതേപോലെ നീറ്റായിട്ട് നല്ല അകലത്തിലാണ്. പക്ഷെ അത് വായിക്കത്തില്ല, വായിച്ച് നന്നായി പോകും. രക്ഷപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറാറേ ഇല്ല. നമ്മൾ ഇവിടെ കൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഓക്കെ, ഇവനിങ്ങനെ മനസ്സിലാകാഞ്ഞിട്ടും എന്ത് ചെയ്തു? ഉറക്ക വായിച്ചു. സ്തോത്രമല്ലിയ. അപ്പോൾ പോയി ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു? നമ്മുടെ സംഭവിച്ചൊന്നുമല്ല, അതൊന്നുമല്ല നമ്മുടെ ചിന്താ വിഷയം. അത് വായിച്ചു, അവനെ ഗ്രഹിപ്പിച്ചു. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ കുറിച്ചുള്ള ദർശനം അവൻ്റെ അകത്ത് കയറിയപ്പോൾ അല്ലല്ലേ സ്നാനപ്പെടുവാനുള്ള ആഹ്വാനം കിട്ടി. അവൻ ഇറങ്ങി സ്നാനപ്പെട്ടു. അടുത്ത വചനമാണ് നമ്മൾ വായിച്ചത്. അവൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. ദൈവവചനം അനുസരിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം. ആലയത്തിൽ വന്നിട്ട് ഇന്ന് രാത്രി ഞാൻ ദൂത് പറയട്ടെ, നിന്നെ സ്വീകരിപ്പാൻ യെരൂശലേം ദേവാലയത്തിൽ ആരും കണ്ടില്ല. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിനകത്ത് നിനക്ക് കൈതരുവാൻ ഒരു മനുഷ്യനെയും കാണത്തില്ല. പക്ഷെ നിരാശയോടെ വേദനയോടെ വചനത്തെ ആലിംഗനം ചെയ്ത് ഇറങ്ങിപ്പോകുന്ന നിനക്ക് വേണ്ടി ഏറ്റവും നല്ല സുവിശേഷകനെ നിന്റെ അടുക്കൽ അയക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും നല്ല സുവിശേഷകനെ ശമരിയ പട്ടണത്തിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ വചനം ഒലലിയ അവിടെ പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഭക്തനായ ഫിലിപ്പോസിനെ തന്നെ നിന്റെ അടുക്കലേക്ക് അയക്കാൻ കാരണമെന്താ? നീ ആലയത്തിൽ വന്നിട്ട് മനസ്സിലാകാഞ്ഞിട്ടും വചനം ആർത്തിയോടെ വാങ്ങുന്നതും അത് ആർത്തിയോടെ വായിക്കുന്നതും കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു, ദൈവവചനത്തോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, ദൈവവചനത്തോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യം കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വചന കേൾവി സന്തോഷം ഉണ്ടാക്കും. 4, ദൈവവചന കേൾവി സ്തോത്രമല്ലേ, ഇറ്റ് വിൽ കട്ട് അവർ ഹാർട്ട്. ഹൃദയത്തെ കുത്തും, അല്ലെങ്കിൽ മുറിവേൽപ്പിക്കും. പ്രിക്ക് യുവർ ഹാർട്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യമാണ്. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 37. അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രഗൽഭമായ പ്രസംഗം, 1-ാം പ്രസംഗമാണ്. വളരെ ശക്തമായ ആത്മനിറവിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ചൂടോടുകൂടി 11 പേർ ഒരുമിച്ച് നിന്നുകൊണ്ട് 12 പേർ നേർന്നുള്ള ഒരു വലിയ പ്രസംഗ ശുശ്രൂഷ. ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞത് മുഴുവൻ ഷാർപ്പായിട്ടുള്ള വേർഡാണ്. കാരണം ഇതാണ് ഇരുവായത്തിലുള്ള വാള്.
അകത്തോട്ട് കയറാൻ തുടങ്ങി. യെരൂശലേം ദേവാലയത്തിലെ പെരുന്നാൾ കൂടുവാൻ വന്ന് ചുറ്റും തടിച്ചു കൂടിയവർ ഏകദേശം 3000 പേർക്ക് കുത്തുകൊണ്ടു. ദൈവവചനം ഹൃദയത്തെ കട്ട് ചെയ്യണം. ദൈവമക്കളെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചത്. ഞങ്ങൾ എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി അവർ റെസ്പോൺസ്. ദൈവവചനം കേൾവി നിമിത്തം ഇന്ന് രാത്രി ദൈവം സമർപ്പിച്ച പോലെ നമ്മുടെ റെസ്പോൺസ്, വാട്ട് ഷുഡ് ഐ ഡു? ഈ ചോദ്യം ചോദിക്കാതെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകല്ലേ. നെവർ ക്ലോസ് യുവർ ബൈബിൾ. നിങ്ങളെക്കുറിച്ച് എന്താ എഴുതിയേക്കുന്നതെന്ന് കാണാതെ ബൈബിള്. നമ്മളെപ്പോഴാണ് ബൈബിൾ വായിക്കുന്നത്? ബൈബിൾ വായിച്ചു ഇനി ഇവിടെ നിന്നും അതില്ല, നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു സഹോദരനെ കുറിച്ചുള്ള ദൂതൊക്കെ ആയിട്ട് ഞായറാഴ്ച ഒരുക്കി പോകുന്നത്. വചനത്തിൽ കൂടെയുള്ള ഒത്തുവാക്യങ്ങളൊക്കെ പിന്നെ വന്നു. അതിന് മുമ്പ് കുത്തുവാക്യം എന്ന് പറഞ്ഞ് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. എല്ലാവരും ഇത് പറഞ്ഞായിരുന്നു പ്രസംഗം. പക്ഷേ യേശു ഒരിക്കൽ ദേവാലയത്തിൽ പോയി. ലൂക്കോസ് 4-ാം അധ്യായം വായിക്കണ്ട. 4-ാം അധ്യായത്തിലോട്ട് യേശു ആത്മശക്തിയോടെ വന്ന് തൻ്റെ പള്ളിയിലോട്ട് കയറി ചെന്നു. അപ്പം അതുപോലാ പോയത്. അവിടെ ചെന്നിട്ട് അവിടെ അവിടെ പുസ്തകം അവിടെ തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു. ഹാവ് യു എവർ സീൻ വാട്ട് ഈസ് റിട്ടൺ അബൌട്ട് യു? നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണുന്നത് വരെ ബൈബിൾ വായന നിർത്തരുത്. ഒരധ്യായമോ 2 അധ്യായത്തിൻ്റെ കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത്. അൺലെസ് യു സീ യുവർ സെൽഫ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, നെവർ ക്ലോസ് ദ ബൈബിൾ. നിങ്ങളെ ദൈവവചനത്തിനകത്ത് കാണാത്തിടത്തോളം കാലം വചന വായന നിർത്തരുത്. അവർ വായിക്കുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കണ്ടു, വായിച്ചു, അടച്ചു, ഇരുന്നു. ഇന്ന് ഈ വചനത്തിന് നിവൃത്തി വന്നെന്ന്. ഇതായിരിക്കട്ടെ നമ്മുടെ ബൈബിൾ വായന. സ്തോത്രം. വചനം കേൾക്കുമ്പോൾ ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം? അപ്പോസ്തലനായ പൗലോസ് 2 ചോദ്യങ്ങളാണ് തൻ്റെ 37 വർഷത്തെ ശുശ്രൂഷയിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, കിടക്കുന്ന കിടപ്പിൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ചോദിച്ചു, അങ്ങ് ആരാ? മരിക്കുന്നതിൻ്റെ അന്ന് വരെ ചോദിച്ചു, അങ്ങ് ആരാ? ഓരോ ദിവസം എനിക്കറിയണം. ശുശ്രൂഷയുടെ 35 വർഷം പഴക്കമുള്ള പൗലോസാണ് ഫിലിപ്പ് ലേഖനം കാരാഗ്രഹത്തിൽ വെച്ച് എഴുതുമ്പോഴും ചോദിക്കുകയാണ്, എനിക്കറിയണം, അവനെ അറിയേണ്ടതിനും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയേണ്ടതിനും, ഹല്ലേലൂയ, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ രുചിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം അറിയണം. ഒടുവിൽ നീറോയുടെ വാള് കഴുത്ത് മുറിച്ചു മാറ്റുന്നതിന് തൊട്ട് മുമ്പ് തിമത്തിയോസിന് എഴുതുമ്പോൾ പറഞ്ഞു, എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഓട്ടം വെറുതെയായില്ല, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. ആ അറിവോടാ ഉടലോ മുറിക്കപ്പെട്ടവരായി സ്വർഗത്തിലേക്ക് കരേറിപ്പോയത്. ഹല്ലേലൂയ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനും അറിയാനുള്ള ആശ അടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളും ചോദിക്കണം, അങ്ങ് ആരാ? ഇന്നും എനിക്കൊന്ന് വെളിപ്പെട്ട് തരണമേ. 2019 ഈ 10-ാം മാസവും ഞങ്ങൾ ചോദിക്കുന്നു, കർത്താവേ നീ ആരാ? അറിഞ്ഞത് പോരാ. 2, പൗലോസ് ചോദിച്ച 2-ാമത്തെ ചോദ്യമാണ്, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ഈ 2 ചോദ്യമായിരുന്നു പൗലോസിൻ്റെ. സ്വർഗം പറഞ്ഞു, നീ ഒന്നും വിഷമിക്കണ്ട, നീ എഴുന്നേറ്റ് നേർവീതിയിലേക്ക് പൊക്കോ, അവിടെ നീ പാർത്തോ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു തരാം. ഓരോ ദിവസവും ദർശനങ്ങൾ 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 വെളിപ്പാടുകളായി അവൻ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഹൃദയത്തിൽ വചനം കേട്ടാൽ ഉടനെ ചോദിക്കണം, ഞാൻ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന്. സ്തോത്രം. 5, ദൈവവചന കേൾവി നമ്മളിലുണ്ടാകുന്ന 5-ാമത്തെ സ്വാധീനമാണ്, ഇറ്റ് വിൽ ബേൺ അവർ ഹാർട്ട്. ഹൃദയത്തെ കത്തിക്കും. പ്രയോജനമില്ലാത്തത് കരിച്ചും കളയും, പ്രയോജനമുള്ളതിനെ ആളി കത്തിക്കും. ലൂക്കോസ് 24 അതിൻ്റെ 32-ാം വാക്യം. എമ്മൈസിലേക്ക് പോയ 2 ശിഷ്യന്മാർ വഴിയിൽ വെച്ച് ഭയങ്കര തർക്കവും വാദവും ഒക്കെയാ. യേശുദാനം ചേർന്ന് നടന്ന് അവരോട് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു. സ്തോത്രം. അതിൻ്റെ 17 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവാചകന്മാർ മോശ മുഴുവൻ ന്യായപ്രമാണത്തിൽ മുഴുവൻ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ തെളിയിച്ചു കൊടുത്തു. അവരുടെ നാടോടെത്തിയപ്പോൾ യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഹി വാസ് പ്രിറ്റൻഡിങ്. യേശു ഇങ്ങനെ അഭിനയിക്കുക. കാരണം ഇത്രയും നേരം ഞാൻ 2 മണിക്കൂർ 7 മൈൽ നടന്നു പ്രസംഗിച്ചിട്ട് ഇവന്മാരെന്തോ മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും നേരം സംസാരിക്കുകയായിരുന്നല്ലോ. വാട്ട് ഈസ് ദ റെസ്പോൺസ്? They invited Jesus to their house. In literal way, they took the word into their house. വചനത്തെ വീട്ടിൽ കൊണ്ടുപോയെന്ന്. കേട്ട വചനത്തെ വീട്ടിൽ കൊണ്ടുപോകണം. അവിടെ വചനം കത്തുന്നേ. ദൈവവചനത്തെ ചുമന്നുകൊണ്ട് പോകണം. ദൈവവചനം വീട്ടിൽ കൊണ്ടുപോകണം. അവർ വചനത്തെ വീട്ടിൽ കൊണ്ടുപോയി. അവർ അപ്പം നുറുക്കുമ്പോൾ കണ്ണു തുറന്നു, അപ്രത്യക്ഷമായി. ഉടനെ പറയുന്നതാണ്, അവൻ വഴിയിൽ വെച്ച് വചനം നമ്മോട് തെളിയിച്ചു തരുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നല്ലോ. ദൈവവചന കേൾവി നമ്മുടെ ഉള്ളത്തെ കത്തിക്കണം. പിന്മാറ്റത്തെ ചികിത്സിച്ച് മാറ്റുന്നത് ദൈവവചനമാണ്. അല്ലേ? എബ്രായ വിശ്വാസികളെ, നിങ്ങൾ വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം.
കാരണം എമ്മേസിലേക്ക് പോയ 2 ശിഷ്യന്മാർ ഇനി ഒരു മടക്കയാത്രയില്ല. ഉയർപ്പ് വിശ്വസിക്കാതെ, സ്ത്രീകൾ വന്ന് പറഞ്ഞത് വിശ്വസിക്കാതെ, മടക്കയാത്രയില്ലാതെ മടങ്ങിപ്പോയ 2 പേർ അന്ന് രാത്രി തിരിച്ചു പോയതിന്റെ കാരണം വചനം അവരെ കത്തിച്ചു. യെസ്, ദൈവവചന കേൾവി ദൈവസഭയുടെ മടങ്ങിവരവന്റെ നല്ല കാലത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. ഞാനത് വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവവചന കേൾവി ദൈവസഭയെ അതിൻ്റെ യഥാർത്ഥ തനിമയിലേക്ക്, ദൈവസഭയുടെ ആരംഭകാലത്തിലെ ആത്മസന്തോഷത്തിലേക്ക് ദൈവസഭയെ കൊണ്ടുവരും. ഹല്ലേലൂയ. എന്നെ സമയം വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. 3 പ്രാർത്ഥന, ഒരു 3 കൊച്ചു പ്രാർത്ഥന എപ്പോൾ ബൈബിൾ വായിക്കുന്നതിന് മുമ്പും പ്രാർത്ഥിക്കും. ദൈവസഭ കൊണ്ട് കിടന്നതാണ് സ്തോത്രം. 3 സിമ്പിൾ പ്രേയേഴ്സ്. 3 ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ബൈബിൾ തുറക്കരുത്. കൊച്ചു പിള്ളേരോട് പറയേണ്ട കാര്യമാണ്, പക്ഷേ കാലപ്പഴക്കം കൊണ്ട് നമുക്ക് അന്യം നിന്ന് പോയതാണ് ഈ ആത്മാർത്ഥ ആഗ്രഹം. 3 ആകെ പ്രാർത്ഥനയാണ്. 1, 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. പ്രാർത്ഥന ഇതാ: ഓപ്പൺ മൈ ഐസ് ദാറ്റ് ഐ മേ സീ ദ വണ്ടർഫുൾ തിങ്സ് ഇൻ യുവർ വേർഡ്. കർത്താവേ, തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ, അകക്കണ്ണ് തുറക്കാതെ വചന കേൾവിയോ വചന വായനയോ നമ്മിൽ സ്വാധീനം ചെലുത്തത്തില്ല. എപ്പോൾ ബൈബിള് തുറന്നാലും പ്രാർത്ഥിച്ചോണം, കർത്താവേ, തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണേ. ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന ദൂതുകൾ, ആർക്കും വെളിപ്പെടാതെ കിട്ടുന്നത്, ആരും അറിയാത്തത്, എന്നെക്കുറിച്ചുള്ള ദൈവശബ്ദം, എന്നെക്കുറിച്ചുള്ള ദൈവാലോചന എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണേ. 2, 40 സങ്കീർത്തനം 6 വാക്യം. നീ എൻ്റെ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഓപ്പൺ മൈ ഇയേഴ്സ്. കർത്താവേ, എൻ്റെ ചെവി ഒന്ന് തുറക്കണം. ദൈവശബ്ദം കേൾക്കാതെ അടഞ്ഞിരിക്കുന്ന എൻ്റെ കാതുകളെ എനിക്ക് തുറന്നു തരണം. ദൈവമക്കളെ, ദൈവശബ്ദം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ട് കേൾക്കണം. ഹല്ലേലൂയ. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് വാട്ട് വി പ്രീച്ചിങ് ഓർ പ്രൊഫസൈങ്. അത് നമുക്ക് വേണം, അത് വേണം. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ട് ദൈവശബ്ദം കേട്ടാൽ ആകാശം ഇടിഞ്ഞു വീണാലും നിങ്ങൾ കുലുങ്ങത്തില്ല. നിങ്ങളുടെ ചെവിക്കകത്തത് മുഴങ്ങുന്നേ. ദൈവശബ്ദം ചെവിക്കകത്ത് വേണം. നമ്മുടെ ചെവി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടഫ് ഓർഗനാണ്, ഒരു ഭയങ്കര ടഫ് ഓർഗനാണ് ചെവി എന്ന് പറയുന്നത്. കൊച്ചു സാധനമൊന്നുമല്ല. ഇവിടെ ഇതൊന്നുമല്ല ചെവി. ഇതൊക്കെ നമുക്ക് നാട്ടിലെ സാറുമാർക്ക് ചെവിയെ പിടിക്കാനും വലുതാകുമ്പോൾ കണ്ണാടി വെക്കാനുള്ളത്. ഇതിനകത്താണ് ഇയർ ഡ്രം എന്ന് പറയുന്ന സാധനം. സയൻസ് പറയുന്നത്, ഞാൻ ഡോക്ടറൊന്നും അല്ല, സയൻസ് പറയുന്നത് 10-15,000 ശബ്ദമെങ്കിലും ഈ ചെവിക്കകത്ത് ഇയറിന് തിരിച്ചറിയാവുന്ന. അതല്ല, ഒരു ശകലം സൗണ്ട് മാറിയ ആൾക്കാർ അങ്ങോട്ടും നോക്കും. രാത്രി ഒരു ഫോൺ കോള്, അയ്യോ മറിയാമയല്ലേ, അഡ്രസ്സും പറഞ്ഞില്ല, ഫോൺ നമ്പരും പറഞ്ഞില്ല, 12 മണിക്കാണ് കോള്. സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി ആരാന്ന്. അറിയാമയാണെന്നും ചിന്നമ്മയാണെന്നും ചാക്കോച്ചനാണെന്നും. അങ്ങനെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേരുടെ മുഖം കാണാതെ ഫോണിൽ നോക്കാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാ വിളിച്ചതെന്ന്. ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത് ഒരു റിതം തെറ്റിയാൽ അവർക്കറിയാം. നാട്ടിലെ പിള്ളേരൊക്കെ മോട്ടോർ ബൈക്ക് പോകുമ്പം അകത്തിരുന്നുകൊണ്ട് പറയും ഏത് ബ്രാൻഡാ, ഏത് കമ്പനിയാ. ഇവിടെയും പറയുന്ന പിള്ളേരുണ്ട്. അങ്ങനെ എന്തെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഭർത്താവ് വിളിക്കുന്നതും പട്ടി കുരയ്ക്കുന്ന ഒരുപോലെ ആയിരുന്നെങ്കിലോ, ഭാര്യ വിളിക്കുന്നതും പശു അമർന്നതും ഒരുപോലെ ആയിരുന്നെങ്കിലോ. അങ്ങനെയുള്ളവരുണ്ട്. ഈ കാക്ക ചിലയ്ക്കുന്നതും പിള്ളേർ വിളിക്കുന്നതും ഒരുപോലെ ആയിരുന്നെങ്കിലോ. അപ്പോൾ വ്യത്യസ്തമായ ശബ്ദം ആരുണ്ടാക്കിയിട്ടുണ്ട്? എല്ലാവർക്കും വ്യത്യസ്തമായ ശബ്ദം. അതിനൊരു സ്തോത്രം പറഞ്ഞു. ഇത്രയും നേരം ഞാൻ പറയിപ്പിച്ചില്ലല്ലോ. എന്തിനാ ഇങ്ങനെ 1000-കണക്കിന് 10,000-കണക്കിന് എല്ലാറ്റിനും വ്യത്യസ്ത ശബ്ദം, അത് തിരിച്ചറിയാവുന്ന ഒരു സിസ്റ്റവും. അങ്ങനെയാണെങ്കിൽ ദൈവശബ്ദം തിരിച്ചറിയുന്ന ഒരു സംഗതി അകത്തുണ്ട്. ഈ ലോകത്തിലുള്ള സകല ശബ്ദവും നിങ്ങൾക്ക് തിരിച്ചറിയാം, സകലരുടെയും മൂളൽ പോലും തിരിച്ചറിയാം, സകല ഇൻസ്ട്രുമെന്റിന്റെ അറിയാമെങ്കിൽ ദൈവശബ്ദം തിരിച്ചറിയുന്ന ഒരു സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. അത് രാത്രിയോ പകലോ ഒന്നുമില്ല. കാലാകാലങ്ങളിൽ അത് കേട്ടവർ വിളിച്ചു പറഞ്ഞു, അടിയന് ഇതാ, അടിയനോട് സംസാരിക്കണമേ. ഏലിയാവ് പറഞ്ഞു, അടിയനോട് സംസാരിക്കാം, കുഴപ്പമില്ല. യെശയ്യാവ് പറഞ്ഞു, അടിയനെ അയക്കണമേ, അടിയൻ പോകാം. കാലാകാലങ്ങളിൽ തിരിച്ചറിഞ്ഞവർ, അവർ എരുതിയിൽ വീണപ്പോഴും വെള്ളത്തിന്റെ പ്രവാഹത്തിൽ മുങ്ങിപ്പോയപ്പോഴും അവർ കൈ ഉയർത്തി സത്യം ചെയ്തു, ഞങ്ങൾ പിന്മാറുകയില്ല. കാരണം എന്താ? ഞങ്ങളുടെ ചെവിക്കകത്ത് മുടങ്ങുന്നത് ദൈവശബ്ദമാ. 1, എൻ്റെ കണ്ണ് തുറക്കണം വചനം മനസ്സിലാക്കുവാൻ. 2, എൻ്റെ ചെവി തുറക്കണം. 3, ലൂക്കോസ് 24:45 തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് തിരിച്ചറിയുന്ന സാധനമല്ല വചനത്തിൻ്റെ സത്യങ്ങൾ. We need to cry to the Lord, open our understanding, pray for our generation. I used to pray every day, I cry and pray, Lord, open the inner eyes of our children
so that they may comprehend the word of God in its original power and purity. ദൈവവചനത്തിൻ്റെ ഒറിജിനൽ സത്യത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് കാണത്തക്കവണ്ണം അവരുടെ ബുദ്ധിയെ തുറക്കണം, അവരുടെ കണ്ണ് തുറക്കണം, അവരുടെ ബുദ്ധി തെളിയിക്കണമേ. എത്ര പേര് ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കും? ദൈവവചനം ഇന്ന് രാത്രി നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. എബ്രായ വിശ്വാസികളെ, നിങ്ങൾ ഒഴുകിപ്പോകുന്നതിൻ്റെ കാരണം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ല. ദൈവവചനത്തിന് നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. നമ്മൊരു പാട്ട് പാടി അവസാനിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. വീട്ടിലെല്ലാവർക്കും കണ്ണാടിയുണ്ട്, നിലക്കണ്ണാടി എല്ലായിടത്തും പറയുന്നൊരു ഉദാഹരണമാണ്. കാരണം എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ തന്നെ അതിനെ എനിക്കങ്ങോട്ട് വളരെ ആലിംഗനം ചെയ്യുന്നതാണ്. കണ്ണാടി നോക്കാത്തവരാരും ഇല്ല. എന്തിനാണ് കണ്ണാടി നോക്കുന്നത്? എൻ്റെ കൂട്ടത്തിലുണ്ടേ, ഉറക്കമൊക്കെ പോയല്ലോ. എന്തിനാണ് നമ്മൾ ഈ കണ്ണാടി നോക്കുന്നത്? കേട്ടില്ല, ഒരാളെങ്കിലും പറഞ്ഞാട്ടെ. എന്തിനാണ് കണ്ണാടി നോക്കുന്നത്? നമ്മുടെ ഷേപ്പ് ശരിയാണെന്നറിയാം. അപ്പോൾ മോശമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? അല്ല, നമ്മുടെ സൗന്ദര്യം കുറവാഞ്ഞിട്ടുണ്ട്. എല്ലാവരും സൗന്ദര്യമുള്ളവരല്ലേ. എന്തിനാ കണ്ണാടി നോക്കുന്നേ? നമ്മുടെ മനസ്സിനകത്ത്, ഇനി ശ്രദ്ധിച്ചോണം, ഇതാണ് എൻ്റെ സിമ്പിൾ പ്രിൻസിപ്പിൾ. നമ്മുടെ മനസ്സിനകത്ത് നമ്മളെക്കുറിച്ചൊരു രൂപമുണ്ട്. അത് അങ്ങനെ തന്നെ ആണോ എന്നറിയാൻ വേണ്ടിയാണ് പോയി നോക്കുന്നത്. അവിടെ ചെന്നപ്പോൾ അയ്യോ ഈ മൂക്കിന് ഇച്ചൂടെ നീളമുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ ഇത് ഇത്രയും വീതിയുടെ ആവശ്യം നല്ല നരച്ചു തുടങ്ങിയല്ലോ. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിനകത്തിരിക്കുന്ന സാധനമല്ല. എൻ്റെ കൂട്ടത്തിലുണ്ടേ, ഞാൻ ഉദ്ദേശിച്ചൊരു 17 വയസ്സുള്ള ഒരാളിനെയാണ്. അവിടെ ചെന്നപ്പോൾ 50 വയസ്സുള്ള ഒരുത്തിന് അതിനകത്ത് ഇരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലുള്ള രൂപത്തോട് ഏകീഭവിക്കേണ്ടതിനാണ് സകല കടയിൽ കിട്ടുന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഏകദേശം ആ ഒരു പരുവത്തിൽ നമ്മുടെ രൂപത്തെ അനുരൂപപ്പെടുത്തിയിട്ടാണ് ജോലിക്ക് ബാഗും എടുത്തുകൊണ്ടും ഓഫീസിലോട്ടും ചർച്ചിലോട്ടും വരുന്നത്. എൻ്റെ കൂട്ടത്തിലുണ്ട്, കല്യാണത്തിന് അല്പം കൂടെ സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ വചനം പറയുന്നത്. വചനം കണ്ണാടിയാ. വചനത്തിന് നിങ്ങളെക്കുറിച്ചൊരു രൂപമുണ്ട്. സ്തോത്രം. നിങ്ങളെക്കുറിച്ച് വചനത്തിനൊരു രൂപമുണ്ട്. തുറന്നു വായിച്ചപ്പോൾ ഞാൻ കണ്ടു അതിലുള്ള രൂപമല്ല എൻ്റെ രൂപം. ആ രൂപത്തോട് അനുരൂപപ്പെടുത്തുവാൻ എവിടെ വെട്ടണം, എവിടെ കുറയ്ക്കണം, എവിടെ ചേർക്കണം, ഇത് പഠിപ്പിക്കുന്ന തിരുവചനത്തിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം.